നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകമെമ്പാടും കൊറോണ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ദിവസവും കണ്ടും കേട്ടും വായിച്ചും കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് എങ്ങനെയൊക്കെ കൊറോണ വൈറസിനെ ഒരു പരിധിവരെ തടയുവാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി. അതിൽ മാസ്ക് ധരിക്കുന്നതിനെ പറ്റിയും സാമൂഹിക അകലവും വ്യക്തി ശുചിത്വവും അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇത് വായിച്ചും കേട്ടും മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും കൊറോണയെ തുരത്താൻ അവനവന്റെ പങ്കാളിത്തവും ഉറപ്പാക്കേണ്ടതുണ്ട്. കൊറോണ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിച്ച ഒരു 10 വയസ്സുകാരിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് സിന്ദൂരി, കർണാടകയിലെ ഉടുപ്പി സ്വദേശിനിയായ ഈ 10 വയസ്സുകാരി മാസ്കുകൾ നിർമ്മിച്ചു നൽകിയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഒരു ഭിന്നശേഷിക്കാരി കൂടിയായ ഈ 6ാം ക്ലാസ്സുകാരി തന്റെ പരിമിതികളെ ഒന്നും വകവെക്കാതെ മാസ്കുകൾ തുന്നുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി. മൗണ്ട് റോസറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ സിന്ദൂരി അതേ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് മാസ്കുകൾ നിർമ്മിച്ചു നൽകിയത്. തുടക്കത്തിൽ ഒറ്റ കൈകൊണ്ട് മാസ്കുകൾ തുന്നുന്നത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അമ്മയും സഹായിച്ചതോടെ സംഗതി എളുപ്പമായി. മുട്ടോളം മാത്രമുള്ള തന്റെ ഇടം കൈകൊണ്ട് അനായാസേന തയ്യൽ മെഷീനിൽ മാസ്കുകൾ തുന്നുകയാണ് സിന്ദൂരി. 1,00,000-ഓളം മാസ്കുകൾ സാധാരണക്കാർക്കായി നിർമ്മിച്ചു നൽകണമെന്നാണ് ഈ 6ാം ക്ലാസ്സുകാരിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. സിന്ദൂരിയുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയെ പ്രശംസിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും രംഗത്തെത്തിയത്. വൈകല്യങ്ങൾ വകവയ്ക്കാതെ തന്റെ കഴിവിനെ ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന സിന്ദൂരി എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനമാണ്.